മൂന്നാം NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടെ JDU എംപിമാരുടെ യോഗം ഇന്ന് ചേരും. ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ JDU അധ്യക്ഷൻ നിതീഷ് കുമാർ പങ്കെടുക്കും. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടാൻ ഇന്ത്യ മുന്നണിയിൽ ധാരണയായി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ആവശ്യപ്പെടാനാണ് തീരുമാനം. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ JDUവിന്റെ യോഗമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് വരാതായിട്ടൊരു കുറഞ്ഞത് 10 വർഷമെങ്കിലുമായി വീണ്ടും JDUവിന്റെ യോഗത്തിലേക്കൊക്കെ സജീവ ദേശീയ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ദേശീയ ക്യാമറ കണ്ണിൽ പോവാണ് അല്ലേ? തീർച്ചയായിട്ടും ആണ് ഹാഷ്മി. JDUവിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് JDU എന്നല്ല NDAയുടെ ഒരു ഘടകകക്ഷിയും സംബന്ധിച്ച് അവരുടെ യോഗങ്ങൾക്കോ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗങ്ങൾക്കോ ഒന്നും വലിയൊരു പ്രസക്തിയില്ലായിരുന്നു. കാരണം BJPയെ സംബന്ധിച്ച് മൃഗീയമായിട്ടുള്ള കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ സംഖ്യ BJPയുടെ പക്കലുള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രസക്തിയില്ലായിരുന്നു. പക്ഷേ ഇനിയുള്ള നാളുകളിൽ ഈ യോഗങ്ങൾക്കെല്ലാം നമുക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടി വരും. ആ യോഗങ്ങളെല്ലാം നമുക്ക് വലിയ ശ്രദ്ധ നൽകേണ്ടി വരും. പ്രത്യേകിച്ച് JDU ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി NDA സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്തോളം അല്പസമയത്തിനകം ഏതാണ്ട് 9:45 ഈ യോഗം ആരംഭിക്കും. ഈ യോഗത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച NDA സർക്കാരിന്റെ ഭാഗമായിട്ട് മാറുന്നത് മന്ത്രിമാരൊക്കെ ആയിരിക്കണം, JDU മന്ത്രിമാരൊക്കെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം ഇതൊക്കെയായിരിക്കും ഇന്ന് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഏതായാലും ഈ വിഷയത്തിൽ നിതീഷ് കുമാർ കൂടി പങ്കെടുക്കുന്ന യോഗമായിരിക്കും നടക്കുക. ഈ JDU എംപിമാരിൽ ചിലർക്ക് ചില പരാതികളൊക്കെ ഉണ്ട്. ആ പരാതികൾ ഇന്ന് ഈ യോഗത്തിൽ നിതീഷ് കുമാറിനോട് അവതരിപ്പിക്കുമെന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വളരെ 11 മണിക്ക് NDAയുടെ യോഗമുണ്ട്. ആ യോഗത്തിന് മുന്നോടിയായി തന്നെ ഈ യോഗം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനാകും ശ്രമിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഒരു പതിവുണ്ടായിരുന്നു, ഈ സർക്കാർ രൂപീകരിക്കപ്പെടുമ്പോൾ സ്പീക്കർ ഭരണപക്ഷത്തിനാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു പതിവ്. പക്ഷേ കഴിഞ്ഞ തവണയൊന്നും അത് ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ അത് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോൺഗ്രസിന് 99+1 ഇന്നലെ ഒരു MP കൂടി കോൺഗ്രസിന്റെ അവരുടെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചെത്തിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ വീണ്ടും ആ ഒരു പതിവ് അതൊരു കീഴ്വഴക്കമായി തന്നെ പിന്തുടർന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം. ഒരു സഭ ചേരുന്ന ഘട്ടത്തിൽ അത് ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു പകലായിരിക്കും ഇന്നും ഡൽഹിക്ക് ഉണ്ടാവുക. ഈ പകലിനൊടുവിൽ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ NDA നടത്തുന്നത്. കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിക്കും. അതിനനുബന്ധമായിട്ടുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഹാഷ്മി. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ചൂടേറിയ ചർച്ചകളൊക്കെ നടക്കുന്നു. ഇന്ന് തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അപ്പോൾ ആ രീതിയിലുള്ള വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.